ഹമീസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൂൺ കറിയാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോ ഈ കൂൺ കറി ഉണ്ടാക്കാന് വാങ്ങിച്ചിട്ടുള്ളത് ഒരു മൊട്ടുകൂണാണ്. ഇത്രയും കൂണ് ഞാനിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് വിരിഞ്ഞ ടൈപ്പ് കൂണ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുക, അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ കൂണിന്റെ തണ്ടായിട്ടും കിട്ടും, അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ കൂണിനെ ഞാനിപ്പോ നല്ലപോലെ കഴുകിയിട്ട് ഒരു കൂണിനെ 4 പീസായിട്ട് മാറ്റിയേക്കാണ്. ചെറിയ കൂണാണെങ്കിൽ 2 പീസായിട്ട് മാറ്റിയാൽ മതി. ഇനി കൂൺ കറി ഉണ്ടാക്കാൻ ഞാനിപ്പോ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളക് 2-3 ഒക്കെ എടുക്കാം, നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ പച്ചമണം ഒന്ന് പോവട്ടെ, അതുവരേക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കണതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് കേട്ടോ. ഞാനിപ്പോ ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സവാള പെട്ടെന്ന് തന്നെ വാടി വരാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യണം. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോഴേക്കിന് സവാള നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇതാ കണ്ടോ, ഇപ്പോ സവാള നല്ല പോലെ സോഫ്റ്റ് ആയി, കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ആവുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോ ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് തക്കാളി നല്ല പോലെ സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്യണം. തക്കാളിയൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആവണോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക കേട്ടോ. ഈ കറിയിലൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ തക്കാളിയൊക്കെ മാക്സിമം ഒന്ന് അലിയിച്ച് ചേർക്കുക. അപ്പോ നമ്മുടെ കറിക്കും അതുപോലെ റോസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് നല്ല പോലെ തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഉടയാതെ കിടക്കുന്ന തക്കാളി പീസ് ഉണ്ടെങ്കിൽ തവി ഉപയോഗിച്ചിട്ട് കുത്തി ഉടച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ എല്ലാം കുത്തി ഉടച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ്. കണ്ടോ, തക്കാളി മാക്സിമം അലിയിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഞാനിപ്പോ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കൂണാണ് ഞാനിപ്പോ ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആദ്യം വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, പിന്നെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കൂണിന്റെ പീസൊക്കെ മസാലയിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. വെള്ളം ചേർക്കാതെ വേണം ഇത് കുക്ക് ചെയ്യാൻ. നമ്മുടെ കൂണ് വെന്ത് വരുമ്പോഴത്തേക്കിനും ഇതിൽ താനെ വെള്ളം ഉണ്ടായിട്ട് വരും. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം കുക്ക് ചെയ്യാൻ. ഇപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കിന് ഇതാ കണ്ടോ, കൂണിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് കൂണ് നല്ലപോലെ
വെന്ത് വരും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി അഥവാ നിങ്ങളത് അടിയിൽ പിടിക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോ ഇതിനെ 15 മിനിറ്റ് കുക്ക് ചെയ്തതാണ്. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ പാകമായി കൂണൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഒന്നും കൂടെ നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചോറിന്റെയും ചപ്പാത്തി, ദോശ അങ്ങനെ എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പോ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചാനലും സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.